അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൻ്റെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും മുസ്ഹഫിൻ്റെ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കോപ്പി നമ്മുടെ വാഹനത്തിലോ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളിലോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ബറക്കത്തിന് വേണ്ടി വെക്കാൻ പറ്റോ ഇല്ലേ എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു മസ്അല. അപ്പോൾ ഇത് ആദ്യം തന്നെ പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ ഇപ്പോൾ ആയത്തുൽ കുർസി ഓതുക, ഫലഖുന്നാസും ഇഖ്ലാസ് ഓതുക, ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് ബറക്കത്തെടുക്കാൻ ശ്രമിക്കുന്നത് ഏതൊരു ഇപ്പോൾ കാറിൽ വാഹനത്തിൽ കയറിയാലും നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇരിക്കുന്നതിൽ അതിൽ ഒരു തെറ്റുമില്ല, അതിൽ ഒരു ഇഖ്തിലാഫും ഇല്ല. അത് തീർച്ചയായിട്ടും അത് പഠിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇവിടെ ചർച്ച ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഖുർആൻ എഴുതി വെച്ച ഒരു കാര്യം, ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു മുസ്ഹഫോ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ നമുക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ എഴുതി വെച്ച രൂപം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, ഇഖ്തിലാഫ് വരുന്ന സഹാബത്തിൻ്റെ കാലഘട്ടത്തിലാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പോലെ സഹാബാക്കൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അസ്മ ബീവിയുടെ പേരക്കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ എഴുതിയ രൂപങ്ങൾ അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഷിഫയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ശമനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതേപോലെ ചെറിയ കുട്ടികളുടെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഖുർആൻ എഴുതിയ എന്തെങ്കിലും രൂപം അവരുടെ കഴുത്തിൽ അണിയാറുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചില സഹാബാക്കൾ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതേസമയം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ അത് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ അതൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് ഫിസിക്കൽ എഴുതിയ രൂപത്തിൽ അത് ഉപയോഗിക്കരുത് എന്നുള്ളത് ഇബ്നു മസ്ഊദും പോലുള്ള സഹാബികൾ അത്തരം നിലപാടെടുത്തതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫിസിക്കലായിട്ടുള്ള ഖുർആൻ നമ്മൾ ബറക്കത്തിന് വേണ്ടിയിട്ടോ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഷിർക്കാണോ അല്ലേ എന്നുള്ള ചർച്ചയില്ല. അത് ഷിർക്കല്ല. കാരണം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനോടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മറ്റുള്ള ഒരാളിൽ നിന്നല്ല നമ്മളിവിടെ സഹായം തേടുന്നത്. മറിച്ച് ഖുർആൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം തന്നെയാണ്. അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് ചോദിക്കുമ്പോഴാണ് അത് ഷിർക്കാവുന്നത്. അതാണ് ഷിർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ ഷിർക്ക് വരുന്നില്ല, മറിച്ച് ഇവിടെ പ്രശ്നം ഇതിലെന്തെങ്കിലും അദബ് കേടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്യാത്തിടത്തോളം കാലം ഇത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം സഹാബാക്കൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഇഖ്തിലാഫ് നിലനിൽക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, സഹാബാക്കൾ ഇത് ചെയ്തതുകൊണ്ട്, ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള പ്രഗത്ഭരായ സഹാബാക്കൾ ഇത് ചെയ്തതുമാണ്. അപ്പോൾ ഇത് നമ്മൾ അദബോട് കൂടി ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ കാറിൽ വിശുദ്ധ ഖുർആൻ എന്തെങ്കിലും ബർക്കത്തിന് വേണ്ടി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ടേബിളിൽ നമ്മൾ ബർക്കത്തിന് വേണ്ടി വയ്ക്കുന്നു. അതേ കാറിൽ തന്നെ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് കൂടുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഫാമിലിയായിട്ട് കൂടുമ്പോൾ നമ്മൾ വേണ്ടാത്ത ചർച്ചകൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ടേബിളിൽ ഇരുന്നിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കാണും. അപ്പുറത്തൊക്കെ ചിലപ്പോൾ ഈ ഖുർആൻ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധയില്ലാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളടങ്ങുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രദ്ധയില്ലാത്തവർ തന്നെയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നിൽക്കരുത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി ഒരാൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന, ഇപ്പോൾ ജോലി സ്ഥലത്തുള്ള ടേബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ടേബിൾ, പഠിക്കുന്ന ടേബിൾ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന കാറിലൊക്കെ അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ, അവിടെ വിശുദ്ധ ഖുർആൻ ബറക്കത്തിന് വേണ്ടി വെക്കുന്നതിൽ ഒരു വലിയ തെറ്റില്ല, അത് അയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രണ്ടിനും സഹാബാക്കളുടെ മാതൃകയുണ്ട്. രണ്ടഭിപ്രായങ്ങൾക്കും സഹാബാക്കളുടെ മാതൃകയുള്ളിടത്തോളം കാലം രണ്ടും നമുക്ക് ആരെയും ആക്ഷേപിക്കാൻ വഴിയില്ല. പക്ഷേ ഈ ഒരു അദബ് എന്നുള്ളത് വിശുദ്ധ ഖുർആനോട് തീർച്ചയായിട്ടും കാണിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ അദബ് എത്രത്തോളം ആളുകൾക്ക് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ 2-3% ആളുകൾക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും. അവർക്കാണ് ഇത് ചേരുന്നുള്ളൂ എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وقل رب زدني علما.